നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളെ ഞാനൊരു അയൽക്കാരിയും ഒരു പരിചയക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയൽക്കാരി അമ്മ ചമയം വരണമെന്നില്ല. എന്തു പറഞ്ഞടി? ആര് പഠിപ്പിച്ചെന്നടി നിനക്ക് ഈ അഹങ്കാരം? നിന്നെയൊക്കെ ഉപദേശിച്ച് നേർവഴി കാണിക്കാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ അതിനപ്പുറം അവകാശം സീതമ്മയ്ക്കുണ്ട്. ഇവര് വെറും അയൽക്കാരിയോ പരിചയക്കാരിയോ അല്ല, അമ്മ തന്നെയാ. നമുക്ക് നമ്മുടെ വളർത്തമ്മ. ഒരു നേരത്തെ ഭക്ഷണം തന്നിട്ട് ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ കട്ടെടുത്ത് ഒരുത്തി പടി കടത്തി വിട്ടപ്പോ വെറും കൈയോടെ വിശന്നലഞ്ഞു വന്ന് നിനക്കും എനിക്കൊക്കെ ഉടുപ്പും കിടപ്പും ആഹാരവും ഒക്കെ തന്നത് ഈ അമ്മയാ. ഇന്നിങ്ങനെ നമ്മളൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ ഈ അമ്മയുടെ കാരുണ്യം കൊണ്ടാ. അതാണ് നീ മറക്കാൻ പാടില്ലാത്തത്. പറഞ്ഞ തെറ്റിന് നീ ഇപ്പൊ തന്നെ സീതമ്മയോട് മാപ്പ് പറയണം. എന്നാലേ നിന്നെ ഈ വീട്ടിൽ തുടരാൻ ഞാൻ അനുവദിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല അഞ്ജലി. അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ ഓരോ വിവരക്കേട് പറയുന്നു. എനിക്കതിലൊരു വിഷമവും ഇല്ല. നീ അത് വീട്ടേക്ക്, അത് കഴിഞ്ഞില്ലേ. സീതമ്മയ്ക്ക് വിഷമമില്ലായിരിക്കാം, എനിക്ക് പക്ഷെ വിഷമമുണ്ട്. എന്റെ വിഷമം അറിയാൻ ഇവിടെ ആർക്കും ആഗ്രഹവും സമയവും ഇല്ലാത്തത് കൊണ്ടാ. നിനക്ക് എന്താടി ഇത്ര വിഷമം? എന്നാണോ നിന്നെ മുരളി ഈ കഴുത്തിന് താലി കെട്ടിയത് അന്ന് മുതൽ നീ മുരളിയുടെ പെണ്ണാ. ഇനിയുള്ള കാലം നീ താമസിക്കേണ്ടതും ജീവിക്കേണ്ടതും അവന്റെ ഒപ്പം അവന്റെ വീട്ടിലാണ്. അതിലാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്കൊരിക്കലും ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാനാ ചേച്ചിയെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നെ. എനിക്കതിനാവില്ലെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്തതെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിർബന്ധങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ഒരാളാണോ ഞാൻ? ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ചേച്ചിക്കും അങ്ങനെയുള്ള ഇഷ്ടങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രസാദേട്ടനെ കല്യാണം കഴിക്കണമെന്ന് ചേച്ചി എല്ലാരും ഇവിടെ നിർബന്ധിച്ചില്ലേ? അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞു പോയ കൃഷ്ണനെ മനസ്സിൽ വെച്ചുകൊണ്ടാ ചേച്ചി ഇപ്പോഴും നടക്കുന്നതെന്ന്. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമുണ്ട്. ഓരോരുത്തരും അവരവരുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ബന്ധം. ഇത്രയും സംസാരം ആയ സ്ഥിതിക്ക് ഇവിടെതാ ഇപ്പൊ ഒരു വ്യവസ്ഥ ഞാൻ വയ്ക്കുക. ഞാൻ മുരളിയുടെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാ. പകരം കൃഷ്ണനെ മറന്ന് ചേച്ചി പ്രസാദേട്ടനെ കല്യാണം കഴിക്കണം. പറ്റില്ലെങ്കിൽ ഈ താലി ചരടിനെ വെറും ഒരു നൂല് മാത്രമായി കണ്ട് ഞാൻ പൊട്ടിച്ചു ദൂരെ എറിയും. എന്ത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.